6 വർഷം മുന്നേ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങണമെന്നുള്ള ആഗ്രഹമായിട്ട് ഞാനും കണ്ണനും സുഹിത്തണ്ണനും കൂടെ കണ്ണൻ പറഞ്ഞ ഏതോ ഒരു സ്ഥലത്ത് പോയി ഒരു പട്ടിക്കുട്ടിയെ വാങ്ങാൻ തീരുമാനിച്ചു. നമ്മുടെ പട്ടി എക്സ്പേർട്ടായ അളിയന്താ വന്നിട്ടുണ്ട്. അളിയ, നമ്മൾ എടുക്കാൻ പോണ പട്ടിയുടെ പേര് പറഞ്ഞ ട്രൈറാനോസോറസ് റെക്സ് അല്ലേ? മിനിയേച്ചർ ലാബ് ഡാൻസ്. ഓക്കെ, ഒരു കറുത്ത ഉണ്ടാ. ഇത് ഫീമെയിലും ഇത് മെയിലും. ഒരെണ്ണം വാങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത്. മിക്കവാറും രണ്ടെണ്ണം കൊണ്ടുവിടുന്ന് പോകേണ്ടി വരും. അങ്ങനെ ഒരു ആൺപട്ടിക്കുട്ടിയും ഒരു പെൺകുട്ടിപ്പട്ടിയും പട്ടിക്കുട്ടിയും കൂടെ ഞങ്ങള് മൊത്തത്തിൽ 1 വർഷം വളർത്തി. ഒരു വർഷം വളർത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങൾ നഗ്നമായ ഒരു സത്യം മനസ്സിലാക്കിയത്. ഗോസ്റ്റി ഒരു ആൺപട്ടിക്കുട്ടിയല്ല, ഒരു പെൺപട്ടിക്കുട്ടിയാണ്. ഇത് വാങ്ങാൻ പോയ വീഡിയോയും ഈ ആൺപട്ടിയല്ല പെൺപട്ടിയാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അങ്ങനെ എനിക്ക് ഗോസ്റ്റി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കുകളിലൊന്ന് പണ്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഞാനും കല്യാണം കഴിഞ്ഞ് വർഷമായിട്ട് ഹണിമൂണിന് വിയറ്റ്നാമിൽ പോയിട്ട് തിരിച്ച് മഴവിൽ ഷൂട്ടിന് വന്ന് ഫ്ലോറിൽ നിന്ന് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്നൊരു കോള് വരുന്നു. എടാ, ഗോസ്റ്റി ഇവിടെ പ്രസവിച്ചുകൊണ്ട് നിൽക്കുന്നെന്ന്. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ തല പൊട്ടിത്തെറിച്ചു പോയി. കാരണം ഇവിടുന്ന് ഒരാഴ്ച മുന്നേ ഞാൻ പോയപ്പോ ഗോസ്റ്റിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കൂടെ അത് ചില്ലടിച്ച് നടന്നോണ്ടിരുന്നതാണ്. അവിടെ Q&A ഇരുന്നപ്പോ എന്റെ സൈഡിലൊക്കെ വന്നിരുന്ന് എനിക്ക് ലിറ്ററലി ഷോക്കായിരുന്നു. നീ ഷോക്കായില്ലേടി? ആ, അപ്പോ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ 3 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു, ഒരെണ്ണം കൂടെ വരാറുണ്ട്, ഡോക്ടറോട് വന്നിട്ടുണ്ട്. ഒരു ബഹളം ഇവിടെ. ഇത് എന്ത് സംഭവിച്ചെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല. ഞാൻ ആ ഷോക്കിൽ നിങ്ങളുടെ അടുത്ത് അപ്പൊ പറയണ്ടെന്നായിരുന്നു. വീട്ടിൽ വന്നിട്ട് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഗൈസ്, മിസ് ലേഡി ഇവിടെ നിൽപ്പുണ്ട്. മിസ് ലേഡി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഗോസ്റ്റിന്റെ ഈ വെളിപ്പെടുത്തലിൽ? താങ്കൾ ഷോക്കായി പോയോ? അതെ, ഗോസ്റ്റ് പ്രസവിച്ചതിൽ ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് ലേഡിക്കാണ് ഗൈസ്. കാരണം ഇപ്പൊ ഗോസ്റ്റി ഇവളെ കൂട്ടിനകത്ത് കയറ്റണില്ല. അങ്ങനെ ഇവക്ക് വേണ്ടി ഒരു പുതിയ കൂട് തന്നെ ഞങ്ങൾ നിർമ്മിക്കേണ്ടി വന്നു. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയ 2 ആൾക്കാർ, എൻ്റെ അച്ഛനും അമ്മയും. ജീവിതത്തിൽ ഇന്ന് വരെ പട്ടിയെ ഇഷ്ടം പോലും പെടാതിരുന്ന എൻ്റെ അമ്മ ഇപ്പൊ പട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പട്ടിയുടെ പ്രസവവും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഇന്റർവ്യൂ എടുക്കാം സുഹൃത്തുക്കളെ. അച്ഛാ, അമ്മേ, എന്താണ് ഇവിടെ സംഭവിച്ചത്? എറണാകുളത്തേക്ക് ഷൂട്ടിന് പോയത് ഞങ്ങള് ഒരു 12-ാം തീയതി കണ്ടാണ് പോയത്. 12-ാം തീയതി നിങ്ങൾ പോയി. 14-ാം തീയതി രാവിലെ മുതൽ ഗോസ്റ്റിയെ കാണാനില്ല. ഇപ്പോൾ സന്ദീപും ഞാനും മോളിയും എല്ലാവരും കൂടെ രാവിലെ 5 മണി 5:30 കാണാനില്ല. അങ്ങനെ ഈ രാജ്യം മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു. നമ്മുടെ ടീം മൊത്തം ഇവിടെ പരിശോധിച്ചിട്ട് കാണാനില്ല. ഒരു 12:30 ആയപ്പോൾ അടുക്കള ഭാഗത്ത് ഗോസ്റ്റി വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. ഇത് വേറെ ഏതെങ്കിലും പട്ടിയുടെ പുറകെ ലോക്കൽ പട്ടിയുടെ പുറകെ പോയതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. നോക്കിയപ്പോൾ മുഖത്ത് മുഴുവൻ നല്ല വലയുണ്ടായിരുന്നു. പക്ഷെ ശരീരത്തിൽ നനഞ്ഞ പാടോ ഒന്നും കാണാനില്ല. മോളി, നീ എന്ത് ചെയ്തു? ഞാൻ പിന്നെ ദേഷ്യം വന്ന് അവിടെ മുന്തിരിയുടെ മൂട്ടിൽ, അത് കഴിഞ്ഞ് ഇവിടെയും കൂടെ കൊണ്ട് അടിച്ചൊന്നുമില്ല. എനിക്ക് പാവം തോന്നി, തിരിച്ചു വന്നല്ലോ. അതിന്റെ മൂട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് അവിടെ ചപ്പിക്കിടന്നു. പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ എടുത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് കൂട്ടിക്കയറ്റിയിട്ട്. അതിനുശേഷം രാത്രി ആയപ്പോ ഞങ്ങൾ വട കഴിച്ചോണ്ടിരിക്കുന്നു. പരിപ്പുവട. നല്ല പരിപ്പുവടക്ക് ഇവിടെ എന്താണ് പ്രാധാന്യം? പരിപ്പുവട ഒരു ഭാഗം എൻ്റെ അടുത്ത് വന്നിരുന്നു, കൊടുത്തു, അവൾ കഴിച്ചു. അതിനുശേഷം കൂട്ടിട്ട് വെളുപ്പാങ്കാലം ഒരു 3 മണി, അതായത് 15-ാം തീയതി രാവിലെ 3 മണിയായി. വെളുപ്പാങ്കാലത്ത് 3 മണിയായപ്പോൾ ഇവള് കുറച്ചു നിർത്താതെ പോരാ. അത് ഏകദേശം ഒരു 10 മണി വരെ അത് കുറച്ചുകൊണ്ടിരുന്നു. എന്താണ് കാര്യമെന്ന് നമുക്കറിയില്ല. ആച്ചി ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ആച്ചി ഒരു കാര്യം ചെയ്യും, ഇവളെ അഴിച്ച് പുറത്തോട്ടൊന്ന് കൊണ്ടുപോകും. ആച്ചി കൂട്ടുന്ന പട്ടി അഴിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി. ഇപ്പൊ നമ്മുടെ തടി അടുക്കിയിരിക്കുന്നില്ലേ, പുറകില്. നമുക്ക് ആ സ്ഥലം സന്ദർശിക്കണോ അച്ഛാ? അല്ല, പറഞ്ഞു തീർന്നിട്ട് പോവാ. അല്ലെ, പോയി പറയാം. അപ്പൊ ഗൈസ്, ഇതിനകത്ത് ഇപ്പൊ കുട്ടികളായിട്ട് ഗോസ്റ്റി കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് മുഴുവൻ തടിയും പിന്നെ തൊണ്ടും ഇതിന്റെ അടിയിലേക്ക് ഇവളങ്ങ് കയറി തോണ്ടാൻ തുടങ്ങി. എന്നിട്ട് തോണ്ടി തുടങ്ങിയപ്പോ കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞല്ലേ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനങ്ങ് പോയി. അപ്പൊ മോളെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഗോസ്റ്റ് പ്രസവിക്കുന്നതിന്റെ സിംറ്റം കാണിക്കുന്നുണ്ട്. ഞാൻ ഓഫീസൊക്കെ അടച്ചിട്ട് ഓടി ഇവിടെ വന്നപ്പോൾ
ഗോസ്റ്റ് ഒരെണ്ണത്തിനെ പ്രസവിച്ച് അവിടെ ഇട്ടു. കറുപ്പ് ഒരു ഒരു കറുത്ത കുട്ടി, ഒരു കരിമാടി കുട്ടൻ. അച്ഛൻ കറുപ്പാവാനാണ് സാധ്യത. ഒരു കരിമാടി കുട്ടൻ ഇവനെ പ്രസവിച്ചിട്ടു. ഇവനെന്താ ഉരുണ്ട് കംപ്ലീറ്റ് മണ്ണല്ലേ, ഇവളൊന്ന് തോണ്ടിയിട്ട് ഈ മണ്ണിൽ ഇത് ഉരുണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ സന്ദീപ് മറ്റേ മൃഗാശുപത്രി ഉണ്ട് അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം പറഞ്ഞു ചില ടൈപ്പിലുള്ള പട്ടികൾ അവർക്ക് പ്രസവിക്കുന്നതിന് വേണ്ടി കൂടെ ഒരുക്കും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇന്നലെ കാണാതായത്. അപ്പൊ സംഭവം എന്തായിരുന്നു? 12 മണിക്കൂർ കാണാതായത് ഇതിന്റെ അടിയിൽ അവൾ ഇരുന്ന് അതിന്റെ കൂടെ ഒരുക്കും, പ്രസവം ഒരു ഒരുക്കുകയായിരുന്നു. ലേബർ റൂം സെറ്റ് ചെയ്യായിരുന്നല്ലേ? നമുക്കത് അറിയില്ലായിരുന്നു. ഇവള് ഗർഭിണിയാണെന്ന് വിവരം പോലും നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഒരു ഒറ്റ മനുഷ്യന് പോലും മനസ്സിലായോ? എങ്ങനെ സംഭവിച്ചെന്ന് പോലും എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഏത് ഗ്യാപ്പിൽ സംഭവിച്ചെന്ന് പോലും അറിഞ്ഞൂടാ. കാരണം അങ്ങനെയാണ് അച്ഛനും അമ്മയും ഈ ഹീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും അങ്ങനെയല്ലേ ഇതിനെ ടേക്ക് കെയർ ചെയ്യണത്. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഡോക്ടർ തന്നെ അതിനെ എടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇപ്പൊ അമ്മയും കുഞ്ഞും സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവാദിത്തം ആരാണ് അച്ഛൻ എനിക്കറിയില്ല. പിന്നീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. നമ്മുടെ ഈ മുകളിലത്തെ മതിലില്ലേ, ആ മതിലില് തൊട്ടപ്പുറത്തെ ഒരു പട്ടി സുവർണന്റെ വീട്ടിൽ താമസിക്കുന്ന അവര് വാടക താമസിക്കുന്നു. അവിടെ ഒരു കുഞ്ഞൻ അവൻ മുടന്ത് കൊണ്ടാണ് എന്ന് പറഞ്ഞവന്റെ കയ്യോ ആരോ അടിച്ചോടിച്ചു. അപ്പൊ അവന്റെ സ്വഭാവം ഇവൻ ആണ് ഗോസ്റ്റിയെ പൊക്കിയത്. ഒരു ദിവസം കണ്ടില്ല, പറഞ്ഞടാ വൈകുന്നേരം ആയപ്പോ എടാ സന്ദീപ് അവൻ വന്നടാ ഗോസ്റ്റിയെ കണ്ടില്ലടാ, നീ ഒന്ന് തിരക്കടാന്ന്. ഞാനും ഗോസ്റ്റിയും കൂടെ ഈ നാട് മൊത്തം ഇവനും സന്ദീപും കൂടെ ഞാനും ഗോസ്റ്റിയും കൂടെ സന്ദീപിനെ തിരക്കിയതാ. രണ്ടുപേരും കൂടെ അന്വേഷിച്ചപ്പോ കാണാം ഗോസ്റ്റ് പാഞ്ഞു വരുന്നു. അപ്പൊ മോളിൽ നിന്ന് നേരെ പാഞ്ഞു വരുന്നത് കണ്ടോണ്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അകത്ത് കയറി കുളിപ്പിച്ചിട്ട് കയറ്റുള്ളൂ. ഇവർ കുളിപ്പിച്ച് അടിയും കൊടുത്തു. പക്ഷെ ശരിക്കും അന്നാണ് മീറ്റിംഗ് നടന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാണാതെ പോയല്ലേ? അരമണിക്കൂർ ആ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവൻ എത്ര മിടുക്കനായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അവസരം കിട്ടിയപ്പോ അടിച്ചോണ്ട് പോയില്ല. നമ്മളിത് ആരായി? അതെ ശശിയായി. സത്യം. ഇത്രയും നോക്കിയിട്ട് വല്ല കാര്യം ഉണ്ടായി? എടാ ഗ്യാപ്പ് നോക്കുന്നവനെ നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടൂടാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവര് അതിനു മുമ്പ് ഞാൻ ശരിക്കും ഓടിച്ചിട്ടുണ്ട്. ഓടിക്കുമ്പോ ഇവനെ കിട്ടൂല. ഈ ഇതാണ് ഇവളുടെ കാമുകൻ എന്ന് വെച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവനാണ് ആള്. ഇവിടെ ഈ കൂട്ടിന്റെ വാതിൽക്കൽ കിടക്കാം. അച്ഛൻ രാത്രി ഉറക്കമൊഴിഞ്ഞു ഇവന്മാരായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നിട്ടും അവ ഇത് മറ്റേ ഏതോ ഒരു ഇതിന്റെ അകത്ത് പറഞ്ഞ ലൈഫ് ഓൾവേസ് ഫൈൻഡ്സ് എ വേ എന്നൊക്കെ പറയുന്ന കണക്ക് വല്ലാത്ത വേ ആയിപ്പോയി. അങ്ങനെ പ്രസവിച്ച് നാല് കുഞ്ഞുങ്ങളല്ലേ ചാ? ആദ്യം ഒരു കരിമാടി കുട്ടനായിരുന്നു. അവൻ ആൺകുട്ടിയാണ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതില് 2 പെണ്ണും 2 ആണും ഉണ്ട്. രണ്ടാമത് ഒരു പെൺകുട്ടി, അതും കറുത്ത് തന്നെയായിരുന്നു. മൂന്നാമത്തേത് വെള്ള. എന്നിട്ട് 4ാമത് വന്നപ്പോ ഡോക്ടർ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കുട്ടി 4ാമത് കുട്ടി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അകത്ത് ഗ്ലൗസ് ഒക്കെ ഇട്ട് വിരലിട്ടു ഒരു കടി കൊടുത്തു. കടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞങ്ങൾ നോക്കിയപ്പോ ഡോക്ടർ, ഞാൻ സന്ദീപ് നോക്കുമ്പോ ഡോക്ടർ ഞെട്ടിത്തെറിച്ച് പുറകോട്ട് പോകുന്നു, പട്ടിക്കുട്ടി അങ്ങോട്ട് പോകുന്നു. പിന്നെ വിരലിട്ട് നോക്കിയാ കടിക്കൂലേ? കുഞ്ഞനാണോ കടിച്ചത്? അകത്തുനിന്നാണോ കടി? ഈടാ ഭീകര, കണ്ണുപോലും തുറന്നിട്ടില്ല, അതിനിടയ്ക്ക് ജനിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇറങ്ങിക്കോളാന്നൊക്കെ. എന്തായാലും സുഖപ്രസവമായിരുന്നു. ഡോക്ടർ വന്നു, വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു, ടോണിക്ക് ഇഞ്ചക്ഷൻസ് എല്ലാം കൊടുത്ത് എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ആ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയം മോളിയുടെ കുഞ്ഞമ്മയുടെ മകൻ വാവയും ഭാര്യയും കൂടെ ഇവിടെ വന്നു. അവരാണെങ്കിൽ ഏകദേശം ഒരു 10-18 പട്ടികളുടെ 18ഓളം പ്രസവം അവരെടുത്തിട്ടുണ്ട്. 59 കുട്ടികളെ മാമ എടുത്തിട്ടുണ്ടല്ലേ, ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. ഇപ്പൊ അവരുടെ ഗൈഡൻസിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടിക്കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കണല്ലേ. ഇപ്പൊ എത്ര ദിവസമായിട്ട് പ്രസവം? 10 ദിവസമായ? 10 ദിവസമല്ലേ, 15-ാം തീയതി അല്ലേ? 15-ാം തീയതി 11-20 പ്രസവിച്ചു. മകയിരം നക്ഷത്രം കൊണ്ട് സുഹൃത്തുക്കളെ, മകയിരം നക്ഷത്രത്തിൽ ജാതരായ 2 ആൺപട്ടിക്കുട്ടികളും 2 പെൺപട്ടിക്കുട്ടികളും. നാളൊക്കെ അമ്മ ആയിരിക്കുമല്ലോ നോക്കിയത്.
സത്യമായിട്ട് ഗൈസ് ഞാൻ ഇത് കേട്ടപ്പം ഫ്ലോറിൽ നിന്നിട്ട് എനിക്ക് എന്ത് പറയണോന്ന് അറിഞ്ഞൂടാ. എനിക്കിത് ആരടുത്തും പറയാൻ പോലും പറ്റണില്ല. കാരണം ഗർഭിണി ആയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. എത്ര മാസമാണ് പട്ടിക്കുട്ടികളുടെ ഗർഭം? 6 മാസം, അല്ല 3 മാസം, 4 മാസം, ചിലത് 3 മാസമൊക്കെ. പൂച്ച 3 മാസം, ആച്ചിയാണ് പറഞ്ഞത്. പട്ടി 6 മാസം, പട്ടി 4 മാസം, ആട് 6 മാസം. ഓഹോ, ആട് 6 മാസം. എന്തായാലും എത്ര മാസമായിരുന്നാലും കാര്യങ്ങൾ അവർ കൃത്യമായിട്ട്. അതെ ഗൈസ്, ഈ 4 മാസം അല്ലേ, 4 മാസം ഗർഭിണി ആയിരുന്നിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിന്റെ യാതൊരു ലക്ഷണമില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ഗൈസ്, ഈ നമ്മള് ഈ എറണാകുളത്തോട്ട് പോകുന്നതിന് മുന്നേ ഗോസ്റ്റ് അടുത്ത് വന്നിരുന്നപ്പോ ഇതിന് ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കാരണം അനാവശ്യമായിട്ടുള്ള മൂത്രമൊഴുപ്പ്, ഒരാഴ്ച ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു. അപ്പം നമുക്ക് തിരിച്ചറിയാനുള്ള അറിവില്ലാണ്ടായി പോയി. നമുക്കറിയില്ല, പട്ടി വളർത്തുള്ള പരിചയമില്ല. ഇല്ല അച്ഛാ, പെൺപട്ടിയെ ഞാൻ 1 വർഷം ആൺപട്ടി എന്നും പറഞ്ഞ് വളർത്തിയതാണ് അച്ഛാ, അത് ആലോചിക്കണം. പക്ഷെ എന്തൊക്കെ ആയിരുന്നാലും സുഖപ്രസവമായിരുന്നു. ഡോക്ടർ വന്ന് അറ്റൻഡ് ചെയ്തു, ഡോക്ടർ പ്രസവം എടുത്ത് അടിപൊളിയായി. ഇനി ഇപ്പോഴും വഴിയാധാരം ഒക്കെ ആയെന്നറിയാം. പാവൻ ലേഡി ആണല്ലേ, ലേഡി അവിടെ വന്ന് ഇങ്ങനെ നോക്കും, അകത്ത് പ്രവേശനമില്ല. ഗോസ്റ്റ് വന്ന് ഇങ്ങനെ പിടിക്കും, പാല് ചുരുട്ടി അങ്ങ് വരും. ദയനീയാവസ്ഥ കൊണ്ടുകൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു കൂട് നോക്കാം. കൂട്. അങ്ങനെ ലേഡിക്ക് വേണ്ടി പുതിയ ഹോം ടൂർ, ലേഡിയുടെ ഹോം ടൂർ ആണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ജനിച്ച പട്ടിക്കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ കിടപ്പുണ്ട്. അച്ഛാ, ലേഡിയെ ഗോസ്റ്റ് ചവിട്ടി പുറത്താക്കിയപ്പോ നിങ്ങൾ എങ്ങനെ ബെസ്റ്റീസ് ആയിരുന്നടി, ഇപ്പൊ നിന്റെ ബെസ്റ്റി എവിടെ? പോട്ട് മക്കളെ പോട്ട്. ഇതാണ് ഗൈസ് ഇപ്പോ ലേഡിക്ക് ടെമ്പററി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കൂട്. ടെമ്പററി ആണെങ്കിലും കിടിലം കൂട് കേട്ടാ, അടിപൊളി. അണ്ട, ഇത് പുറത്തുനിന്നുള്ള പട്ടികൾ വരാതിരിക്കാനായി അച്ഛൻ ഫൈബർ ഗ്ലാസ് ഇട്ട് മറച്ചേക്കാണ് ഗൈസ്. ഇത് താഴെ മുകളിൽ ഈ കയറാതിരിക്കാൻ വേണ്ടി ഇനിയും പേടിക്കേണ്ടത് ഈ ലോക്കൽ പട്ടികൾ വീണ്ടും വന്ന് ഇതിന്റെ സൈഡിലൊന്ന് മൂത്രം ഒഴിക്കും, നമുക്കറിയില്ല. അതെ, മൂത്രം ഒഴിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ചെറിയൊരു കവറും കൂടെ കൊടുക്കും ഞാനത്. ശരിക്കും പറഞ്ഞാണല്ലോ ഇതിന്റെ ഹീറ്റിംഗ് ടൈമിലുള്ള ഇവന്റെ വെപ്രാളം പരവേശമൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഇതിനെ ബ്രീഡ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടിരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു വേണ്ട, അമ്മയ്ക്ക് നോക്കാൻ വയ്യ. അപ്പൊ അത് തന്നെ അമ്മയ്ക്ക് മുൻകൈ എടുത്തുകൊണ്ട് തന്നു. പട്ടി വേണ്ടെന്ന് പറഞ്ഞു, പട്ടിയെ വളർത്ത്. പട്ടി പ്രസവിക്കണ്ടെന്ന് പറഞ്ഞു, പട്ടി പ്രസവിച്ച 4 പട്ടിക്കുട്ടികള്. അമ്മ പട്ടിക്കുട്ടികളെ വളർത്തിട്ട് എങ്ങനെയുണ്ടമ്മ? അമ്മ ഒന്നും ചെയ്യണ്ടല്ലേ? അയ്യോ, ഞാൻ തന്നെ ആണോ? ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പട്ടിക്കുട്ടി ഇപ്പൊ ഗോസ്റ്റ് അങ്ങനെ മാറി കഴിഞ്ഞു. ആണല്ലേ, സ്വഭാവം മാറി, ഭയങ്കരമായിട്ട് മാറി. പോകുന്നൊരു വിളി വിളിക്കും, അപ്പോഴും മൂത്രം ഒഴിക്കണം, കൊണ്ടുപോകുന്നു, മൂത്രം ഒഴിക്കുന്നു, വെളിക്കിറങ്ങും, തിരിച്ചു വരുന്നു, വേറെ പോകില്ല. അതിനകത്ത് വരുന്നു, ഭക്ഷണം നെത്തോലി മീൻ കറിയാ കൂട്ടി ഇവര് ചോറ് കഴിച്ചിട്ടില്ല. ഇപ്പൊ നെത്തോലി കറി, ചോറ്, മീൻ കറി, ചോറ്, എന്ത് കിട്ടിയാലും. ഇതൊരു ടച്ചിങ് സീൻ ഞങ്ങൾ കണ്ടത് പ്രസവിച്ചതിന് ശേഷം. ആ പ്രസവിക്കുന്നതിന്റെ അന്നാണ് നമ്മുടെ ദീപ്തിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ. ഞങ്ങൾക്ക് അതിനും കൂടെ പോണം. ഞങ്ങള് ഗോസ്റ്റ് ഇവിടെ കെട്ടിയിട്ടിട്ട് അകത്ത് തന്നെ ആച്ചിയോട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു, കിടക്കുകയാണ്. ആച്ചി എന്തെങ്കിലും വിളി സഹിക്കാൻ വയ്യാത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഞങ്ങൾ 9:30 ഞങ്ങൾ വരുന്നത് വരെയുള്ള ഒരു 3-3.5 മണിക്കൂർ ഈ പട്ടി കുറച്ചും കരച്ചിലുമായിരുന്നു. മോളി വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ മോളി ഇങ്ങനെ 2 കാലം കൊണ്ട് ചുറ്റിപ്പിടിച്ച് നിൽക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിച്ചു, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്നുള്ളൊരു മൂഡ്. അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിർബന്ധിച്ച് അവിടെ കിടത്തിയപ്പോൾ ചാടി എണീറ്റാണ്. രണ്ടൊന്ന് വഴക്ക് കൊടുത്തല്ലേ, കുത്തിവെച്ച് ആ ചട്ടത്തിലെ കുത്തിവെച്ച് അവിടെ വേദന ആയതുകൊണ്ട് അവർ തിരിഞ്ഞു. മോളി പിടിച്ചു വെച്ച് കിടത്തിയിട്ട് ഓരോ കുഞ്ഞിനായിട്ട് എടുത്ത് വാവ് പറഞ്ഞു തന്നു. നേരിട്ട് പാല് കൊടുത്തില്ല എന്നുണ്ടല്ലോ, ഓരോ കുഞ്ഞിനായിട്ട് എടുത്ത് അതിന്റെ വെച്ചു കൊടുക്കണം, പീഡിപ്പിക്കണമെന്ന് പറഞ്ഞു. അവളത് അതുപോലെ അനുസരിച്ചു. അതിനുശേഷം അവള് പൂർണ്ണമായിട്ട് അമ്മയായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ രാത്രി 12 മണിക്ക് ഞാൻ പോയി, വെളുപ്പാങ്കാലം പോയി. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ ദുരന്തം എന്നറിയാം, നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതെ അച്ഛാ, നമുക്ക് ഒരു ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല അവളെ ഗർഭിണി എന്നുള്ള രീതിയിൽ. രോഗം നിറഞ്ഞിരിക്കും, അറിയാൻ പറ്റും. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴും ഈ പട്ടിക്കുട്ടി ഗർഭിണിയായിരുന്നാലും ഓവറായിട്ട് വയറ് വരില്ല. അത് ഒരു വല്ലാത്തൊരു പ്രയാസമായി പോയി ഞങ്ങൾ. എന്നാലും ഇപ്പൊ അമ്മയും കുഞ്ഞും
ഹാപ്പിയാണ്. അവള് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷെ അന്ന് നന്നായിട്ട് കഴിക്കുമായിരുന്നു. അവളല്ലെങ്കിലും കഴിക്കും. ഇവിടെ ലേഡിക്ക് പോലും കൊടുക്കാതെ കഴിക്കുന്നതാണ് ഗോസ്തി. അതുകൊണ്ട് കഴിപ്പിൽ നമുക്ക് പിടിക്കാനും പറ്റിയില്ല. നമുക്ക് പട്ടിക്കുട്ടികളെ കണ്ടാലോ അച്ഛാ? ഓക്കെ, കമോൺ കമോൺ. ഗോസാപ്പി കുഞ്ഞുങ്ങളെ ചെരുപ്പ് ഊരിയിട്ടാണല്ലേ? കാണിക്കട്ടെ. ഓ ഹായ്, നോക്ക് 4 പട്ടിക്കുട്ടികൾ കിടക്കണം. അയ്യോടാ 4 കുഞ്ഞുണ്ടാ. അയ്യോ, ഇവളെ വാങ്ങാൻ പോയപ്പോ ഉള്ളതിനേക്കാളും ചെറിയ പ്രായം. എടി എന്നാലും നീ പണി പറ്റിച്ച് കളഞ്ഞല്ലടി മാക്കാച്ചി. നീ പെണ്ണാണെന്ന് അറിഞ്ഞത് തന്നെ എനിക്ക് വലിയ ഷോക്കായിരുന്നു. നീ പ്രസവിക്കുകയും ചെയ്ത. ആ ഗൈസ്, ഇപ്പൊ കണ്ണു തുറന്നു കേട്ടാ. ചെറുതായിട്ടൊക്കെ എഴഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യും ഇപ്പം. നക്കണം. അയ്യോടാ, അതെന്ത് നീ വെള്ളം എടുത്ത് സൈഡിൽ കൊണ്ടിട്ടേക്കണത്? ആണോ, എഴഞ്ഞു പോകുമല്ലേ അമ്മ? ഇത് ഇവര് കോമഡിയാണ് ഗൈസ്. ഇവര് ഒരെണ്ണത്തിന്റെ മുതുകത്ത് വേറൊരെണ്ണം തല വെച്ച് ഒരെണ്ണം തലയണയായിട്ട് ഉപയോഗിക്കും, എന്നിട്ട് 3 അവരുടെ പുറത്ത്. എന്നാലും നമ്മളെ പെങ്കൊച്ച അമ്മയായിരുന്നു ഗൈസ്. പക്ഷെ ഇത് 4നെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. നമുക്കിത് കൊടുക്കാം അല്ലേ? താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടട്ടെ, കൊടുക്കാം. അയ്യോ അയ്യോ അയ്യോ, എന്തോന്ന് സൗണ്ട് ഇവിടെ? വേണ്ട ഗൈസ്, വെള്ളത്തിനെടുത്ത് കാണിച്ചു തരാം. ഇത് പെൺകുട്ടിയാ? ഇത് ആൺകുട്ടിയാണോ? ഇത് പെൺകുട്ടിയാണോ? കേറി പറഞ്ഞു എവിടെ എടുത്തോണ്ട് പോണ എന്റെ മുതലാണെന്നൊക്കെ. പൂർണ്ണ ആരോഗ്യവതികളാണെന്നാണ് കുട്ടികളെല്ലാം നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ്. ഇത് പെണ്ണാണ് അച്ഛാ? ഇത് ആൺകുട്ടിയാണല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, അറിയാം. ആൺകുട്ടി. നീ എന്നെ ആൺകുട്ടി ഇത് ആൺകുട്ടിയാണ്. ഇതാണ് ആദ്യം വന്ന അച്ഛാ. ഓ, ഇതിന് കുറച്ചുകൂടെ പൂട വെച്ചിട്ടുണ്ട് കേട്ടാ അച്ഛാ. ഇത് പൂടപ്പട്ടിയായിരിക്കും അച്ഛാ? ഇത് ഇങ്ങനെയാണ് പണ്ട് ഗോസ്തിയെ ഞാൻ നോക്കിയത്. അന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു അപ്പൊ ആണായിരിക്കും ഗൈസ്. ഇത് ആൺകുട്ടി. അയ്യോടാ, ഇന്നാണല്ലേ തുറന്നത്? ഹലോ, നൈസ് ടു മീറ്റ്. ഞാൻ നിന്റെ അപ്പൂപ്പൻ. ഇത് പെൺകുട്ടി അല്ലേ? ഇതാണ് ഗൈസ് ഇതിന്റെ അച്ഛന്റെ ഷെയ്ഡ്. ഏത്? കറുപ്പും ബ്രൗണും. അയ്യോ, എല്ലാം കണ്ണു തുറന്നു കേട്ടാ. ഇന്നലെ അല്ലേ അമ്മ കണ്ണു തുറന്നത്? ഇന്നലെയാണ് കണ്ണു തുറന്നത്. ചെറുതായിട്ടൊന്ന് കണ്ടു. ഇല്ല 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 ഇല്ല. നാലിനോട് വെള്ള എന്തിനാ അങ്ങറ്റം പോയി കിടക്കണത്? അത് നടക്കാൻ പഠിച്ചോണ്ട് കേട്ടാ. ഞാൻ കൊണ്ടുപോകൂല, ഞാൻ തരൂല. പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാവുമായിരിക്കും അല്ലേ? അറ്റാച്ച്ഡ് ആയിപ്പോ. ഞാൻ തരാം, ഞാൻ കൊണ്ടുപോകൂല പെണ്ണെ, ഞാൻ കൊണ്ടുപോകൂല. എന്നാലും നീ ഇതിന്റെ ഇടയിൽ കൂടെ പോയി പണി പറ്റിച്ച് കളഞ്ഞു. നല്ല വെള്ളം. ഇത് ഗോസ്റ്റിയുടെ അതേ കളർ കേട്ടാ. ഇവിടെ അല്ല നോക്കേണ്ടത്. ഇത്രയും ക്ഷമയോടെ കാത്തിരുന്ന് ഇവളെ വളച്ചെടുത്തവനെയാണ് നമ്മൾ സമ്മതിക്കുന്നത്. അതെ. അവന്റെ പേരെന്തിനാണ്? പേരെന്തുവാണ്? തൽക്കാലം നമുക്ക് മണിയനെന്ന് കൊടുക്കാം. മണിയനെ. പക്ഷെ അത് പിന്നെ നമുക്ക് സന്തോഷമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ആമക്കുട്ടി കുട്ടിയാണ്. ഇതെങ്ങനെ വെച്ചാ തിരിച്ചറിയണത്? പുക്കിരി കണ്ട് തിരിച്ചറിയും അല്ലേ? അത് ഡോക്ടർ നോക്കിട്ട് പറഞ്ഞു. ആണല്ലേ? അയ്യോ, എന്ത് 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 എവിടെ ചാടി പോണോ? ഇവിടെ എന്താ നനഞ്ഞ കിടക്കണം? ഗോസ്റ്റ് മൂത്രമൊഴിച്ച ഇങ്ങോട്ട് വാ, മൂത്രത്തിൽ കിടക്കല്ലേ. ലൈഫ് ഓൾവേസ് ഫൈൻഡ്സ് എ വേ എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇവളിപ്പൊ പൂടെയൊക്കെ കൊഴിഞ്ഞോണ്ടിരിക്കുകയാണ് കുറച്ച്. എനിക്കൊന്ന് പ്രസവം കഴിഞ്ഞതിന്റെ 4 എണ്ണമല്ലേ ആറ്റായിട്ട് കിടന്ന് പാല് കുടിച്ചോണ്ടിരിക്കണത്. എത്ര പാലാണ് അവള് കൊടുത്തോണ്ടിരിക്കണത്? എല്ലാം കഴിക്കുന്നുണ്ട് അല്ലേ? സാധാരണ ഇങ്ങനെ ഇരിക്കണല്ലേ ഇവള്?
ഇത്ര അടക്കം ഒതുക്കം ഉള്ള കുട്ടിയൊന്നും ഇതൊന്നും അടക്കം ഒതുക്കമൊക്കെ ആയല്ലോ എനക്ക്. അമ്മയായില്ലേ? ആ അമ്മയായ മെച്ചൂരിറ്റി. നീ എവിടെയാണ് ഉരുണ്ട് പോണത്? ഇത് ഡായാണോ? ഡി. ഇത് ഡാ അല്ലേ? ഓ, 2 പെൺപട്ടിക്കുട്ടികളും 2 ആൺപട്ടിക്കുട്ടികളും, ഒരു കറുത്ത പെൺപട്ടി, ഒരു കറുത്ത ആൺപട്ടി, ഒരു കറുത്ത വെള്ളപ്പട്ടി, ഒരു വെളുത്ത. ഇതെവിടെ കൊണ്ടുപോണ ഗൈസ്? ഗോസ്റ്റി അവളെ ഫുട്ബോൾ ഉരുട്ടുന്ന പോലെ ഉരുട്ടുന്നു. അതാണ് എന്റെ ആൺപട്ടിക്കുട്ടി പ്രസവിച്ച കഥ. എല്ലാരും വന്നപ്പോ ഗോസ്റ്റ് ഇളകി പോയി കേട്ടോ. സൗണ്ട് കേട്ടപ്പോ ചെന്ന് കേട്ടാ. എടി മാക്കാച്ചി, നീ അമ്മ എന്നടി. അല്ല, അതിന് ഓരോ ജീവജാലങ്ങൾക്കും അതിന്റെ മദർലി അഫെക്ഷൻ ഇല്ല. അതുണ്ട്. മദർലി ഇൻസ്റ്റിങ്സ് ഹൈ ആണ്. മദർലി ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതല്ല, ഏറ്റവും നാം നേരത്തെ പറഞ്ഞില്ലേ, ഇവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കുരച്ചിട്ട് അവളെ എടുത്ത് കിടത്തി. ഇവിടെയാണ് കിടത്തിയത്. അപ്പൊ കിടന്നില്ല. രണ്ടാമത് വഴക്കൊക്കെ പറഞ്ഞ് കിടത്തിയതിന് ശേഷം ഒരു കമ്പളി കിടന്നു പറഞ്ഞു. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഫീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നമ്മള് ഹെൽപ്പ് ചെയ്തത്. പിന്നെ അവര് സ്വന്തമായിട്ട് പഠിച്ചല്ല അവള്. എടി മതിയടി, ഞാൻ ഒന്നും ചെയ്യൂല. അവരാ ചെന്നോ, പോയി മൂത്രം ഒഴിച്ചിട്ടൊക്കെ വാ. പോയിട്ട് വാ. നീ എടുത്തോണ്ട് പോകുന്നുള്ള പേടിയാണ്. ഞാൻ എടുത്തോണ്ട് പോകില്ല. ഓക്കെ, അതായിരുന്നു ഞങ്ങളുടെ പട്ടിക്കുട്ടിയല്ല, അവളിപ്പോ മെച്ചൂർ പട്ടിയായി. പട്ടിയുടെ പ്രസവ കഥ. എന്നാലും നമ്മളുടെ ലൈഫിൽ തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ വന്ന് വീഴുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണേ ഗൈസ്. 4 ഹാപ്പി പട്ടിക്കുട്ടികളും 1 ഹാപ്പി അമ്മയും, അത്രയ്ക്ക് ഹാപ്പി അല്ലാത്ത ഒരു കുഞ്ഞമ്മയെ നിങ്ങൾക്ക് അവിടെ കാണാം. ഓടാ. ഓ ഞാനൊരു അപ്പൂപ്പനായ എന്റെ സന്തോഷത്തിലും. നീ ആരാണപ്പം? അമ്മൂമ്മ. ഓടി വന്നല്ലേ? അയ്യോടോ, ചക്കുടുവാ ആള്. ഉണ്ട തലയല്ലേ? നീ തൊട്ടിട്ടില്ലല്ലേ? നീ എടുത്തോ, പിടിച്ചോ, എടുത്തോളെ, കുഴപ്പമില്ല. ഓക്കെ. പൂടപ്പട്ടികളാണ് ഗൈസ്, അതിന് നല്ല പൂടയുണ്ട്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഫോർ ഞങ്ങളുടെ ഇന്നത്തെ ജെൻഡർ റിവീൽ അല്ലെങ്കിൽ പ്രഗ്നൻസി റിവീൽ. ബൈ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.